തിരുവോണവും കോവിഡ്-19 എന്ന മഹാമാരിയും. ഈ സന്ദേശം നൽകുന്നത് റവറൻ ഡോക്ടർ വർഗീസ് ചെത്തിപ്പുഴയാണ്. ഫോൺ 9446458573. ഐ റിപ്പീറ്റ് 9446458573. നമ്മുടെ ദേശീയ ഉത്സവമായ തിരുവോണവും ലോകത്തെ കാർന്നു തിന്നുന്ന മഹാമാരിയായ കോവിഡ്-19 എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. മാവേലി നാടു വാണിടും കാലം മാലോകരെല്ലാവരും ഒന്നുപോലെ എന്നതാണ് ചൊല്ല്. മറ്റൊരർത്ഥത്തിൽ വളരെ സ്മരണാർഹമായ ഒന്നാണ് കോവിഡ്-19 എന്ന മഹാമാരിയും അതിൻ്റെ ഭയാനകമായ ആധിപത്യവും. കോവിഡ് വന്നു പടർന്ന ഒരു കാലം മാനവരെല്ലാവരും ഒന്നുപോലെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൻ്റെ ഒരു വലിയ ദേശീയ ഉത്സവമാണല്ലോ തിരുവോണം. കേരളത്തെ ഐശ്വര്യത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ച ഐതിഹ്യങ്ങളിലെ ഭരണകർത്താവാണല്ലോ മഹാനായ മഹാബലി. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിരുന്നു മഹാബലിയുടെ ഭരണകാലം. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പ്രജകളെല്ലാം സന്തുഷ്ടരായിരുന്നു എന്നതാണ് ഐതിഹ്യം. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം എന്നാണ് മഹാബലിയുടെ മഹാഭരണകാലത്തെപ്പറ്റി പറയുന്നത്. പ്രജകളെ സ്നേഹിച്ച് അവർക്ക് ഐശ്വര്യം പകർന്നു നൽകിയ മാതൃകാ ഭരണാധികാരിയുടെ നന്മയിൽ ദേവന്മാർ പോലും അസൂയാലുക്കളായി എന്നാണ് കഥ. മഹാബലിയുടെ ജീവിതവും ഭരണവുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ എല്ലാവർക്കും സുപരിചിതമായതുകൊണ്ട് അതിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മഹാബലിയുടെ മാതൃകാ ഭരണത്തിൽ അസൂയാലുക്കളായ ദേവന്മാർ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നാണ് കഥ. പ്രജകളെ അത്രയധികം സ്നേഹിച്ച രാജാവിൻ്റെ ഏക ആഗ്രഹം വർഷത്തിലൊരിക്കൽ ഭൂമിയിൽ വന്ന് തൻ്റെ പ്രജകളെ കാണുവാൻ അനുവദിക്കണമെന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് വർഷത്തിലൊരിക്കൽ ഭൂമിയിൽ വന്ന് പ്രജകളെ കാണുവാനുള്ള ആഗ്രഹം അംഗീകരിച്ചു കൊടുത്തു. അങ്ങനെ മഹാബലിയുടെ പ്രജകളെ സന്ദർശിക്കുവാനുള്ള വരവിൻ്റെ ദിവസമാണ് തിരുവോണമെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു വരുന്നു. ഈ വർഷം കോവിഡ്-19 ആകമാനം വ്യാപിച്ചിരിക്കുന്നതിനാൽ ഗവൺമെൻറ് പ്രോട്ടോകോൾ അനുസരിച്ച് തിരുവോണ ദിവസം വരെ മഹാബലി ക്വാറന്റീനിൽ കഴിയുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഓണാഘോഷങ്ങൾക്ക് ചില പ്രത്യേകതകളൊക്കെയുണ്ട്. കേരള ജനതയെ ആഘോഷിക്കുന്ന ഓണം എല്ലാ ജനങ്ങളുടേതുമാണ്. ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ എല്ലാവരും ഓണം ആഘോഷിച്ചു വരുന്നു. തിരുവോണ ആഘോഷങ്ങൾക്ക് കേരളത്തിലും മലയാളികൾ വസിക്കുന്ന ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലും ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒന്നാണ്. ലോകത്തെവിടെയൊക്കെ മലയാളികൾ അധിവസിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഓണാഘോഷം ഉണ്ടെന്നതാണ് തിരുവോണത്തിൻ്റെ സവിശേഷത. തിരുവോണവുമായി ബന്ധപ്പെട്ട് അത്തപ്പൂവിടിയിൽ സാധാരണമായി ഹൈന്ദവരാണ് നടത്തിയിരുന്നത്. ഇന്ന് അത്തപ്പൂവിടിയിലും മറ്റ് ഓണാഘോഷ പരിപാടികളുമൊക്കെ മറ്റ് മത അനുയായികളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓണമൊരു ദേശീയ ഉത്സവം എന്നതുതന്നെ. ഓണത്തോടനുബന്ധിച്ച് ഓണക്കൊടി വാങ്ങുകയും സമ്മാനമായി കുടുംബാംഗങ്ങൾക്കും ആശ്രിതർക്കുമൊക്കെ നൽകുന്ന പതിവുണ്ട്. ഓണാഘോഷങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഓണസദ്യ. ഏത്തയ്ക്ക വറുത്തതും ശർക്കര പുരട്ടിയും അടപ്രഥമനുമൊക്കെ സദ്യയുടെ അവിഭാജ്യ ഘടകം തന്നെയാണ്. ഓണസദ്യയുടെ വിഭവങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൊടുത്തുവിടുന്ന ആചാരവും ഓണാഘോഷങ്ങളുടെ ഭാഗമാണ്. ക്ഷേത്രങ്ങളിൽ ഓണാഘോഷ പൂജകൾ നടത്താറുണ്ട്. ഭക്തജനങ്ങൾ ധാരാളമായി പൂജകളിൽ സംബന്ധിക്കുന്ന പതിവുമുണ്ട്. തിരുവോണം ആഘോഷിക്കുന്നതിനെക്കുറിച്ച് കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊരു ചൊല്ലു തന്നെയുണ്ട്. തിരുവോണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ജോലിക്കാർക്ക് ബോണസും അലവൻസും നേരത്തെ ശമ്പളവുമെല്ലാം നൽകി സഹായിക്കുന്ന സംവിധാനവുമുണ്ട്. ജനങ്ങൾ എല്ലാ വിധത്തിലും ആഘോഷിക്കുന്ന ഒന്നാണ് തിരുവോണവും ഓണക്കാലവുമെങ്കിലും മഹാബലിയുടെ കാലത്തുണ്ടായിരുന്ന സമൃദ്ധിയും സമാധാനവും ഒന്നും ഇന്നത്തെ ജനാധിപത്യ യുഗത്തിൽ ഇല്ലെങ്കിലും ഈ കോവിഡ് കാലത്ത് പോലും ജനങ്ങൾ ആഘോഷിക്കാതിരിക്കുകയില്ല. കോവിഡ് വന്നു പടർന്ന ഒരു കാലം മാനവരെല്ലാവരും ഒന്നുപോലെ എന്ന് ചൊല്ലിക്കൊണ്ട് മാനവരെല്ലാം കോവിഡ് കാലത്ത് ഒന്നുപോലെയായി എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ലോകത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഒരു മഹാമാരിയാണ് കോവിഡ്-19 എന്ന് നാം എല്ലാം സമ്മതിക്കും. ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വിഭിന്നമായ അഭിപ്രായമുണ്ടായിരിക്കാം. അത് സ്വാഭാവികമാണ്. അങ്ങനെ കോവിഡിൻ്റെ പേരിൽ നാം എല്ലാം ഒന്നുപോലെയായി എന്നതാണ് വസ്തുത. കേരളീയനെന്നോ ഇന്ത്യക്കാരനെന്നോ മറ്റേതെങ്കിലും രാജ്യക്കാരനെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ എല്ലാവരെയും ബാധിച്ച് കൊണ്ടിരിക്കുന്ന മഹാരോഗമെന്ന് ആണ് കോവിഡെന്ന് മുൻപ് സൂചിപ്പിക്കുകയുണ്ടായല്ലോ. കോവിഡിൻ്റെ പിടിയിൽ നിന്ന് മോചനം നേടുവാൻ എല്ലാ വികസിത രാജ്യങ്ങളിലും
വാക്സിൻ കണ്ടുപിടിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ കാര്യത്തിൽ നാം എല്ലാം ഒന്നുപോലെയായി കഴിഞ്ഞു. രോഗാണുക്കളെ തടയുവാനും മറ്റുള്ളവരിലേക്ക് അണുക്കൾ കടക്കാതിരിക്കുവാനും എല്ലാവരുടെയും വായും മൂക്കും മൂടിക്കെട്ടി മതവർണ്ണ വർഗ ലിംഗ വ്യത്യാസം കൂടാതെ എല്ലാവരും ആ നിയമം അനുസരിച്ചുകൊണ്ട് നീങ്ങുവാൻ തുടങ്ങിയതുകൊണ്ട് നാമെല്ലാം ഒന്നുപോലെയായി. ബ്യൂട്ടി പാർലറുകളിൽ കയറിയിറങ്ങി തലമുടിയുടെ കളർ മാറ്റി മുഖത്ത് പെയിൻ്റടിച്ച് സുന്ദരന്മാരും സുന്ദരികളും എല്ലാം മാസ്ക് ധരിച്ചുകൊണ്ട് നടക്കുവാൻ കാരണമായി അവിടെയും നാം എല്ലാം ഒന്നുപോലെയായി. ആകാശത്തിലെ പറവുകളെപ്പോലെ എല്ലായിടത്തും യാത്ര ചെയ്യുവാനുള്ള പൗരസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതോടുകൂടി കൂട്ടിലടയ്ക്കപ്പെട്ട കിളികളെപ്പോലെ ജീവിക്കുവാൻ പഠിപ്പിച്ചത് കോവിഡല്ലേ? അങ്ങനെ നമ്മെ കോവിഡ് സമന്മാരാക്കി. ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ മുമ്പിൽ നിന്ന് സമയം കളയാതെ മദ്യപാനികളെ ഓൺലൈൻ വഴി നമ്പരെടുത്ത് കടയിൽ പോയി മദ്യം വാങ്ങാൻ പരിശീലിപ്പിച്ചത് കോവിഡല്ലേ? അതുതന്നെ വലിയൊരു നേട്ടമായിട്ടാണ് പലരും കരുതുന്നത്. ആഘോഷങ്ങൾക്കും ജൂബിലി ആഘോഷങ്ങൾക്കും ആയിരങ്ങളെ സ്വാഗതം ചെയ്ത് സത്കരിച്ചവർക്ക് സംഖ്യ ചുരുക്കി 20ലോ 50ലോ ഒതുക്കേണ്ടി വന്നതുകൊണ്ട് ലാഭമുണ്ടായതിനോടൊപ്പം നാമെല്ലാം ഒന്നുപോലെയായതിൽ കോവിഡിനെ പ്രശംസിക്കേണ്ടതല്ലേ? ബന്ധുക്കളോ സുഹൃത്തുക്കളോ മരിക്കുന്ന അവസരങ്ങളിൽ അനുഭവപ്പെട്ടിരുന്ന തിക്കും തിരക്കും വീഡിയോഗ്രാഫിയും പുഷ്പചക്ര സമർപ്പണവും ആഘോഷങ്ങളുമെല്ലാം 20 പേരിലും 50 പേരിലും എല്ലാം ഒതുങ്ങിപ്പോയത് കോവിഡ് വന്നത് മൂലമല്ലേ? അങ്ങനെ മരണത്തിലും പണക്കാരനും പാവപ്പെട്ടവനുമെല്ലാം ഒന്നുപോലെയായില്ലേ? മാതാപിതാക്കളുടെയോ ബന്ധുക്കളുടെയോ മരണസന്ദർഭങ്ങളിൽ വിദേശത്തോ സ്വദേശത്തോ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വരുവാനോ അന്ത്യോപചാരം അർപ്പിക്കുവാനോ സാധിക്കാതെ പോകുന്നത് കോവിഡ് വരുത്തിവെച്ച വലിയ വിനയല്ലേ? ഏത് മതധാനിയായിരിക്കും തങ്ങളുടെ ആരാധനാലയങ്ങളിൽ പോകുവാനുള്ള മനുഷ്യൻ്റെ മൗലിക അവകാശം തടസ്സപ്പെടുത്തുന്നതിൽ കോവിഡ് വഹിച്ച പങ്ക് അല്പം കടന്നുപോയില്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാ വിഭാഗീയതയും മാറ്റിവെച്ച് എല്ലാ മതാനുയായികളെയും ഒന്നായി കാണുവാൻ മഹാമാരി നമ്മെ പഠിപ്പിച്ചില്ലേ? കോവിഡ് മൂലം മരിച്ചുപോയവരെ സ്വന്തം വീട്ടിൽ പോലും പ്രവേശിപ്പിക്കാതെ വസ്ത്രങ്ങളിൽ പൊതിഞ്ഞു കെട്ടി മതകർമ്മങ്ങൾ ദൂരെ നിന്ന് നടത്തി സർക്കാരിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് അടക്കുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണെങ്കിലും സമത്വം നടപ്പാക്കുന്നത് കോവിഡിൻ്റെ സംഭാവനയല്ലേ? ക്രൈസ്തവ ദേവാലയങ്ങളിൽ ബലിയിൽ സംബന്ധിക്കുവാൻ വരുന്ന വിശ്വാസികളെ അംഗസംഖ്യ പരിമിതപ്പെടുത്തി അടയാളപ്പെടുത്തിയ സ്ഥലത്ത് നിർത്തി ബലിയർപ്പണം നടത്തുന്ന രീതി കോവിഡിനു വേണ്ടി കണ്ടുപിടിച്ച വലിയൊരു സംവിധാനമല്ലേ? കുട്ടികളുടെ സ്കൂളിലെ ഓൺലൈൻ പഠനം പോലെ മതപഠനവും ഓൺലൈനിലൂടെയാക്കിയത് കോവിഡിൻ്റെ മറ്റൊരു നേട്ടമായി പരിഗണിക്കുന്നതിൽ എന്താണ് തെറ്റ്? പൊതുജനങ്ങൾക്ക് ഓണക്കോടി വാങ്ങുവാൻ വസ്ത്രവ്യാപാരികൾ ഓൺലൈൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നുവെന്ന് കേട്ടതിൽ സന്തോഷമുണ്ട്. ഇത് തീർച്ചയായും കോവിഡിൻ്റെ അനുമതിയോടുകൂടി ആയതിനാൽ നമുക്ക് സന്തോഷത്തിന് വകയുണ്ടായി. യാത്രയ്ക്ക് പൊതുഗതാഗത മാർഗങ്ങളെല്ലാം ആശ്രയിച്ചിരുന്നവർ വാഹനങ്ങളിൽ പോകുവാൻ മടിക്കുകയും ഭയപ്പെടുകയും ചെയ്ത് ജീവിക്കുന്നതും കോവിഡിന് ഭയന്നല്ലേ? അതുപോലെ വാഹനങ്ങൾ ഓടിച്ചാലും നഷ്ടത്തിൽ ഓടേണ്ടി വരുമെന്നതിനാൽ ഓട്ടം തന്നെ നിർത്തിവെക്കുന്നത് കോവിഡിനെ ഭയന്നിട്ടല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കോവിഡ്-19 എന്ന മഹാമാരി വന്നതോടുകൂടി രോഗം ബാധിച്ചവരും സുഖം പ്രാപിച്ചവരും മരിച്ചുപോയവരുമായവരുടെ ഒക്കെ വിവരം ദൈനംദിനം നാം അറിഞ്ഞുകൊണ്ടാണിരിക്കുന്നത്. ഈ മഹാമാരിയുടെ വരവിൽ ദുഃഖിതരായി ക്ലേശിക്കുന്നവരുടെ ഒരു നീണ്ട പട്ടിക തന്നെയുണ്ട്. ഈ പട്ടികയിൽ ഏതാനും പേരുടെ കഥകൾ പറയാം. ദിവസക്കൂലിക്ക് വേണ്ടി ജോലി ചെയ്തിരുന്നവരും ആ ജോലി പോലും നഷ്ടപ്പെട്ടവരുമായവർ, തട്ടുകടകൾ നടത്തി ഉപജീവനം നടത്തിയിരുന്നവർ, ചെറിയ തോതിൽ മത്സ്യവ്യാപാരം നടത്തിയിരുന്നവർ, ഡ്രൈവർമാർ, മറ്റ് ബസ് ജോലിക്കാർ മുതലായവർ, വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തിയിരുന്നവർ, ഭീമമായ തുക ബാങ്കിൽ നിന്നും കടമെടുത്ത് യാത്രാ ബസ്സുകൾ വാങ്ങിയവരും ടൂറിസ്റ്റ് ബസ് വാങ്ങിയവരും എല്ലാം കോവിഡിൻ്റെ ആക്രമണത്തിൽ വിഷമത്തിൽ ആയില്ലേ? ആയിരക്കണക്കിന് ഹൗസ് ബോട്ടുകൾ വാങ്ങി ഓടിക്കുന്നവരും അവരുടെ ജോലിക്കാരുമെല്ലാം ദുഃഖപൂരിതവും ദുരിതപൂർണവുമായ ജീവിതത്തിലേക്ക് പോകുവാൻ കാരണം കോവിഡ് എന്ന മഹാമാരിയല്ലേ? കോവിഡ് എന്ന മഹാമാരി വളരെയധികം ജനങ്ങളെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാം. ഈ നാട്ടിലെ പ്രാദേശിക തിരഞ്ഞെടുപ്പുകൾ കഴിയുന്നതുവരെ ആരെയും പീഡിപ്പിക്കാതെ ഇവിടെ ഉണ്ടായാൽ പാവപ്പെട്ട ജനം പാർട്ടിക്കാരുടെ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നു. കോവിഡെ നേരത്തെ പിരിഞ്ഞു പോകാമെങ്കിൽ അതായിരിക്കും നല്ലത്. അത് സാധ്യമല്ലെങ്കിൽ ഞങ്ങളെ പീഡിപ്പിക്കാതെ വെറുമൊരു സാന്നിധ്യമായി നിലകൊള്ളുകയായിരിക്കും ഞങ്ങൾ ഇഷ്ടപ്പെടുക.
ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം പേടിസ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ വൈറസുകളെ നശിപ്പിക്കുവാനും ജനങ്ങളെ രക്ഷിക്കുവാനും ഒരു രാജ്യത്തിനും ഇതുവരെ സാധിച്ചിട്ടില്ല. ലോകത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ ശേഷിയുള്ള ആയുധശേഖരമുള്ള രാജ്യങ്ങൾക്ക് പോലും കോവിഡിനെ നിലയ്ക്ക് നിർത്തുവാൻ സാധിച്ചിട്ടില്ല. എല്ലാ സുരക്ഷിത സന്നാഹവുമായി നടക്കുന്ന പ്രസിഡന്റുമാരെയും പ്രധാനമന്ത്രിമാരെയും മന്ത്രിമാരെയും ജനപ്രതിനിധികളെയും പണക്കാരനെയും പാവപ്പെട്ടവനെയും എല്ലാം സമഭാവനയോടുകൂടി കടന്നാക്രമിക്കുന്ന വൈറസിനെ ആദരവോടുകൂടി മാത്രമേ കാണുവാൻ കഴിയൂ. സമത്വസുന്ദരമായ ഐശ്വര്യപൂർണമായ സമാധാനപൂർണമായ ജീവിതം കേരള ജനതയ്ക്ക് കാഴ്ചവെച്ച മാവേലി തമ്പുരാനെ ആദരവോടും ബഹുമാനത്തോടും ഭക്തിയോടും കൂടെ സ്വീകരിക്കുവാൻ സർക്കാർ നൽകിയ കോവിഡ് പ്രോട്ടോകോൾ നിബന്ധനകൾ എല്ലാം പാലിച്ച് പൊതുജനം തയ്യാറായി കഴിഞ്ഞു. പല കാര്യങ്ങളിലും ലോകത്തെ മുഴുവൻ വിറപ്പിച്ച് പൊതുജനങ്ങളെ വേദനയിലാഴ്ത്തി ആധിപത്യം സ്ഥാപിച്ച കോവിഡിനോട് പൊതുജനം ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിലും പല കാര്യങ്ങളിലും മനുഷ്യൻ എളിമപ്പെട്ട് കോവിഡ് പഠിപ്പിച്ച സമത്വത്തിൻ്റെ മാതൃക പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കട്ടെ. ഒരിക്കൽ കൂടി തിരുവോണമംഗള ആശംസകൾ ആശംസിക്കുന്നു. എന്നെ ക്ഷമയോടെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.